أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ഭയപ്പെട്ട് മരണം വരെ തഖ്വയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രത്യേകത പരസ്പരം സഹകരിച്ചും ഇടപഴകിയുമൊക്കെ ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ്. വിശേഷ ബുദ്ധിയാണ് മറ്റിതര ജന്തുജീവജാലങ്ങളിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന പ്രധാന ഘടകം എന്നതുകൊണ്ട് തന്നെ മനുഷ്യരായ നമുക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളുമൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളും നിലപാടുകളും കാഴ്ചപ്പാടുകളുമെല്ലാം അത് വ്യത്യസ്തമാകുമ്പോഴും അതെല്ലാം നന്മയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ, നന്മയുടെ മാർഗത്തിൽ വിനിയോഗിക്കാൻ ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വാചകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളുമെല്ലാം പരസ്പര സന്തോഷത്തിനു വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ ഭിന്നിപ്പിക്കാനും പരസ്പരം അകന്നു നിൽക്കാനും ദേഷ്യപ്പെടാനും പിണങ്ങി നിൽക്കാനും ആകരുത് എന്നതാണ് ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുസ്ലിമിൽ ഉണ്ടാകരുത് എന്ന് നമ്മെ അറിയിച്ച വളരെ പ്രധാനപ്പെട്ട നമുക്കുണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവമാണ് പിണങ്ങി നിൽക്കുക, അകന്ന് നിൽക്കുക എന്നുള്ളത്. മറ്റുള്ളവരുമായി ഒക്കെ മിണ്ടാതിരിക്കുക, പരസ്പരം ദേഷ്യത്തോടുകൂടി കഴിഞ്ഞുകൂടുക, പരസ്പരം അകന്നു നിൽക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ പാടില്ല എന്നതാണ്. അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നത്. ശരിയാണ്, നമ്മളൊക്കെ പച്ചയായ മനുഷ്യന്മാരാണ്. നമ്മളൊക്കെ പച്ചയായ മനുഷ്യന്മാരാണ്. പരസ്പരം ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, കൂട്ടുകാരുമായി ജീവിക്കുമ്പോൾ, കുടുംബവുമായി ജീവിക്കുമ്പോൾ, സംഘടനാ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ചു പോകുമ്പോൾ, അയൽവാസികളുമായി ജീവിക്കുമ്പോൾ ഒക്കെ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ, ഒരേ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ചില സമയങ്ങളിൽ പിണക്കങ്ങളും ദേഷ്യങ്ങളും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ടായേക്കാം. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ
മറ്റു മനുഷ്യന്മാരിൽ നിന്ന് നമ്മെ നിയന്ത്രിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. നമ്മൾ മുസ്ലിങ്ങളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഘടകം. മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ടെന്നും ആ മരണത്തിനു ശേഷമുള്ള ജീവിതത്തിലാണ് യഥാർത്ഥ രക്ഷയും ശിക്ഷയും ഉള്ളത്, അഥവാ സ്വർഗവും നരകവും ഉള്ളത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അവിടെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ചില വിട്ടുവീഴ്ചകളും ചില താഴ്ന്നു കൊടുക്കലുകളുമെല്ലാം ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ചിന്തിക്കാനും മുന്നോട്ടു പോകാനും വിശ്വാസിക്ക് സാധിക്കണം. ഇതാണ് മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. എനിക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ, എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, എന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഞാൻ പിണങ്ങി നിൽക്കാൻ പാടില്ല, ഞാൻ മിണ്ടാതിരിക്കാൻ പാടില്ല, ഞാൻ ദേഷ്യക്കാരനായി മാറി നിൽക്കാൻ പാടില്ല. മറിച്ച് എന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഈ പറഞ്ഞ പിണക്കങ്ങളും വാശിയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞാനൊരു മുസ്ലിമാണെന്നും മരണത്തിന് ശേഷം സ്വർഗമുണ്ട്, ആ സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശിക്കണം, എന്റെ അമലുകൾ സ്വീകരിക്കണമെന്ന ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ നമ്മെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവനുമാകണം ഒരു മുസ്ലിം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസിയുടെ സവിശേഷത സ്വഭാവമായി കൊണ്ട് പറയുകയാണ്, അൽ മുഅ്മിനു യഅലഫു വയുഅലഫു. ഒരു വിശ്വാസി ആരാണ്? അൽ മുഅ്മിൻ, വിശ്വാസി എന്ന് പറഞ്ഞാൽ യഅലഫു വയുഅലഫു, ഇണങ്ങുന്നവനും അവനോട് മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് ഇണങ്ങാൻ പറ്റുന്നവനുമാകണം. നോക്കൂ നിങ്ങൾ, ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇണങ്ങുന്നവനാകണം, എല്ലാവരുമായി ഇണങ്ങാൻ, ചേർന്ന് നിൽക്കാൻ, പിണക്കമില്ലാതെ നിൽക്കാൻ സാധിക്കണം. അതോടൊപ്പം മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് ഇണങ്ങാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും നമ്മിലുണ്ടാവണം. വല്ലാത്തൊരു വാചകമാണത്. അൽ മുഅ്മിനു യഅലഫു വയുഅലഫ്. വിശ്വാസി ഇണങ്ങുന്നവനാവണം. നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും കാരണം മറ്റുള്ളവർ നമ്മോട് ഇണങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവനാകണം. വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുഅലഫ്. ഇങ്ങനെ ഇണങ്ങാനും മറ്റുള്ളവരോട് ഇണങ്ങാനും മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് ഇണങ്ങാനും പറ്റാത്തവനിൽ യാതൊരു നന്മയുമില്ല. വഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മളെല്ലാവരും പരിപൂർണരൊന്നുമല്ല. സാധാരണ മനുഷ്യന്മാർക്കിടയിൽ ജീവിക്കുന്ന പച്ചയായ മനുഷ്യർ എന്നുള്ള നിലക്ക്, കുടുംബജീവിതം നയിക്കുന്ന, അയൽവാസികളുമായി ജീവിക്കുന്ന, കൂട്ടുകാരുമായി ജീവിക്കുന്ന, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് സ്വാഭാവികമായ പിണക്കങ്ങളും ദേഷ്യങ്ങളും അകൽച്ചകളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ എത്ര നന്മ ചെയ്താലും അതൊന്നും ഒരുപക്ഷെ സ്വീകരിക്കപ്പെടാതെ പോകാൻ ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ കാരണമാകുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സമൂഹത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ വാപ്പയോട് മിണ്ടാത്തവർ, ഉമ്മയോട് മിണ്ടാത്തവർ, മക്കളുമായി എത്ര കാലമായി മിണ്ടിയിട്ട് എന്ന് പറയുന്നവരുണ്ട് സമൂഹത്തിൽ, ഇല്ലേ? വാപ്പയോട് മിണ്ടാത്ത മക്കളുണ്ട് സമൂഹത്തിൽ, ഉമ്മയോട് മിണ്ടാത്തവരുണ്ട്, മരുമക്കളുമായി അകൽച്ചയിൽ കഴിയുന്നവരുണ്ട്, അമ്മായിമ്മയുമായി മിണ്ടാത്തവരുണ്ട്, അയൽവാസികളുമായി നിസ്സാര കാര്യങ്ങളുടെ പേരിൽ എത്ര കാലമായി മിണ്ടിയിട്ട് എന്ന് പറയുന്നവരുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരു മുസ്ലിം ഇങ്ങനെ സ്വഭാവമുള്ളവനാകാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നമ്മുടെ അമലുകൾ പോലും അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത് പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ അമലുകൾ റബ്ബിങ്കലേക്ക് ഉയർത്തപ്പെടില്ല എന്നാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്, ദേഷ്യവും പിണക്കവുമായൊക്കെ നടന്നാൽ അള്ളാഹുവിങ്കലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന സമയത്ത് അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്. 2 ദിവസം, ആഴ്ചയിൽ 2 ദിവസം. ഏതൊക്കെ? ഒന്ന് തിങ്കളാഴ്ചയാണ്, മറ്റൊന്ന്
വ്യാഴാഴ്ചയാണ്. അള്ളാഹുവിന്റെ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്നാണ്. മറ്റൊരു ഹദീസിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്നാണ്. നമ്മുടെ അമലുകൾ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുമെന്നാണ്. എല്ലാ അമലുകളും ഈ 2 ദിവസം, ആഴ്ചയിൽ 2 ദിവസം അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടും. അള്ളാഹു അവന്റെ അടിമകൾക്കും പൊറുത്തു കൊടുക്കുകയാണ്. എല്ലാവർക്കും അല്ലാഹു പൊറുത്തു കൊടുക്കും. ശിർക്ക് ചെയ്യാത്ത എല്ലാ അടിമകൾക്കും, എല്ലാവർക്കും. എന്നാൽ ഇല്ലാ റജുലൻ, ശിർക്ക് ചെയ്യാത്തവർക്ക് മാത്രല്ല, ഒരാൾക്ക് കൂടി അല്ലാഹു പൊറുത്തു കൊടുക്കൂല. അവനാരെന്നറിയുമോ? കാനത്ത് ബൈനഹു വബൈന അഖീഹി ശഹ്നാ, അവന്റെ കൂട്ടുകാരനുമായി അവൻ പിണക്കത്തിലാണ്. അവന്റെ ഉമ്മയുമായി അവൻ സംസാരിക്കാത്തവനാണ്. അവന്റെ വാപ്പയുമായി അവൻ പിണക്കത്തിലാണ്. അവന്റെ അയൽവാസിയുമായി പിണക്കത്തിലാണ്. ഇങ്ങനെ 2 ആളുകൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ, സംസാരിക്കാതെ നിൽക്കുന്നുവെങ്കിൽ, അവന്റെ കർമ്മങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത് അല്ലാഹ് പറയുകയാണ്, അൻളിറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ, അതൊക്കെ അങ്ങോട്ട് നീക്കി വെച്ചോളാൻ പറയും. ആ 2 ആളെ അമലുകൾ അള്ളാഹുവിന് ആവശ്യമില്ല, അല്ലാഹ് സ്വീകരിക്കുന്നില്ല. ആ 2 ആളെ അമലുകൾ അല്ലാഹ് മാറ്റിവെക്കും. എന്നിട്ട് അല്ലാഹ് പറയാ, അവര് ശരിയായിട്ട് വരട്ടെ, എന്നിട്ട് സ്വീകരിക്കാം. 2 തവണയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകം പറഞ്ഞത്. ഗൗരവമാണോ അല്ലയോ എന്നത് നമ്മളൊക്കെ ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിങ്കലേക്ക് നമ്മുടെ അമലുകൾ, ഇന്നലെ വ്യാഴാഴ്ച രാത്രിയായിരുന്നു, നമ്മുടെ അമലുകൾ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെട്ടു. ഇനി ഇതാ തിങ്കളാഴ്ച വരുമ്പോഴും നമ്മുടെ അമലുകൾ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടും. എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം നമ്മുടെ അമലുകൾ റബ്ബിങ്കലേക്ക് ഉയർത്തപ്പെടുമ്പോ 2 ആളുകളിൽ നിന്ന് അള്ളാഹു അമലുകൾ സ്വീകരിക്കുകയില്ല, മാറ്റിവെക്കുമെന്നാണ്. സ്വീകരിക്കാതെ ഏതുവരെ? അവർ ഒന്ന് ശരിയായി പിണക്കൊക്കെ ഒന്ന് തീർത്തിട്ട് വരട്ടെ, എന്നിട്ട് അവരുടെ അമലുകൾ ഞാൻ സ്വീകരിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, എന്തിനാണ് പിണങ്ങുന്നത്? എന്തിനാണ് അകൽച്ചിലായി കഴിയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ചുറ്റുപാടിലേക്ക്, നാട്ടിലേക്കൊക്കെ നോക്കിയാൽ ചെറിയൊരു അതിർത്തി തർക്കത്തിന്റെ പേരിൽ, ചെറിയൊരു വിഷയത്തിന്റെ പേരിൽ വർഷങ്ങളായി മിണ്ടാത്തവർ, ഒന്ന് വിളിച്ചാൽ ഓടി വരേണ്ടവരാ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓടി വരേണ്ടവരാ, പക്ഷെ കണ്ടാൽ മിണ്ടില്ല. റോട്ടിലേക്ക് ഇറങ്ങിയാൽ പരസ്പരം കാണും, പക്ഷെ കണ്ടാൽ നോക്കില്ല മുഖത്തേക്ക്, കണ്ടാൽ നോക്കുന്നില്ല മുഖത്തേക്ക്, കണ്ടാൽ മിണ്ടുന്നില്ല. എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. മരിച്ചുവെന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ വന്നേക്കാം, മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ വന്നേക്കാം മയ്യത്ത് കാണാൻ. ജീവിച്ചിരിക്കുന്ന സമയത്ത് വന്ന് ചിരിക്കുമ്പോഴാണ്, ജീവിച്ചിരിക്കുന്ന സമയത്ത് കണ്ടാൽ മിണ്ടുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ആ ചിരിക്കാണ്, ആ പുഞ്ചിരിക്കാണ് സ്വതക്കയുടെ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതല്ലാതെ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മുഖം കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രതിഫലവും ഇല്ല. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ മരിച്ചു, ആ മയ്യത്തിന്റെ മുഖം കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കൂലിയില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി, കൂട്ടുകാരന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ സാധിച്ചാൽ ആ പുഞ്ചിരി സ്വതക്കയുടെ ഭാഗമായി രേഖപ്പെടുത്തപ്പെടും എന്ന് പറയുമ്പോ, കണ്ടാൽ മിണ്ടാത്തവർ, അകന്ന് നിൽക്കുന്നവർ, പിണങ്ങി നിൽക്കുന്നവർ എങ്ങനെയാ പരസ്പരം ഒന്ന് പുഞ്ചിരിക്കുക? എങ്ങനെയാ പരസ്പരം ഒന്ന് മിണ്ടുക? എങ്ങനെയാ മനസ്സ് തുറന്ന് സംസാരിക്കുക? ആരാ മയ്യത്ത് കുളിപ്പിക്കാൻ വരിക? നമുക്കറിയില്ല. ആരൊക്കെയാണ് നമ്മെ സഹായിക്കാൻ ഏതൊക്കെ സമയത്താണ് കടന്നു വരേണ്ടത് നമുക്കറിയില്ല. കണ്ടില്ലേ, വയനാട്ടിൽ 100 കണക്കിന് മയ്യത്തുകൾ കടന്നു വന്നപ്പോ ആരാ മയ്യത്ത് കുളിപ്പിക്കാനുണ്ടായിരുന്നത്? ഏത് സ്ഥലത്തെ ആളുകളാ ഓടിയെത്തിയത്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവർ വിചാരിച്ചോ ഇങ്ങനെ ഒരു അപകടം വരുമെന്ന്, ഇങ്ങനെ ഒരു സാഹചര്യം വരുമെന്ന്, ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമെന്ന്? നമ്മൾ വിചാരിക്ക, എനിക്കൊരു പ്രശ്നമില്ല, എനിക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട്, എനിക്കെല്ലാ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്, ആരോഗ്യമുണ്ട്, അതുകൊണ്ട് അവരൊന്നില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമല്ല. അള്ളാഹുവിങ്കലേക്ക് അമലുകൾ സ്വീകരിക്കപ്പെടുന്ന വിഷയത്തിൽ പോലും നമ്മുടെ ചെറിയ ചെറിയ വാശികൾ വലിയ അപകടമുണ്ടാക്കും എന്ന് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആളുകളെ ചിരിക്കാൻ മറന്നുപോയവരാണവർ. എപ്പോഴും ഗൗരവമാണ് മുഖത്ത്. നാട്ടിലൊക്കെ കുറെ ആളുകളുണ്ട് അല്ലേ? എന്നിട്ട് അവർ പറയും, ഞാൻ പണ്ടേ ഇങ്ങനെ, ഞാൻ ചിരിക്കൊന്നുമില്ല, ഞാൻ ചിരിക്കൂല. തൊട്ടടുത്ത് കൂടെ സ്വന്തം മക്കൾ നടന്നു പോകുന്നുണ്ടാകും, അയൽവാസികൾ നടന്നു പോകുന്നുണ്ടാകും, ഒന്ന് നോക്കി ചിരിക്കൂല. എന്നിട്ട് ചോദിച്ചാ പറയും, ഞാൻ പണ്ടേ ഇങ്ങനെ, എന്റെ സ്വഭാവം ഇങ്ങനെ.
ഞാൻ ഇങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും എന്നെ അറിയാം, എനിക്ക് ദേഷ്യമൊന്നുമില്ല ആരോടും. പക്ഷേ ഇല്ല, അത് മാറ്റിയെടുക്കാൻ കഴിയണം മുസ്ലിമിന്. പുഞ്ചിരി സ്വതക്കയാണെന്നറിഞ്ഞാൽ ഒരു പൈസയും കൊടുക്കാതെ യാതൊരു ചെലവുമില്ലാതെ ആ കിട്ടുന്ന സ്വതക്കയുടെ പ്രതിഫലം എന്തിന് സഹോദരങ്ങളെ നമ്മൾ തള്ളിക്കളയണം? ഒന്ന് സ്നേഹത്തോടുകൂടെ തലോടാൻ, ഒന്ന് സ്നേഹത്തോടുകൂടെ ചേർത്തു പിടിക്കാൻ കഴിയാത്തവർ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ മുന്നിലൂടെ ഒരു അഅറാബി കടന്നു പോകിയപ്പോ അഅറാബി നോക്കുമ്പോണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ പേരമക്കളെ ചുംബിക്കുന്നു. തന്റെ പേരമക്കളെ ചുംബിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഅറാബിയായ മനുഷ്യൻ വന്ന് ചോദിച്ചു, അല്ല മുഹമ്മദേ, അല്ല പ്രവാചക, താങ്കൾക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് 10 മക്കളുണ്ട്, പക്ഷെ ഒരാളെ പോലും ചേർത്ത് പിടിക്കാനോ ചുംബിക്കാനോ എനിക്ക് കഴിയുന്നില്ല. എന്താ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? താങ്കളുടെ മനസ്സിൽ നിന്നും അല്ലാഹു കാരുണ്യത്തെ എടുത്തു കളഞ്ഞുവെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യാനാ? അല്ലാഹ് കാരുണ്യം മനസ്സിലിട്ട് തന്നുവെന്നതിന് തെളിവായിരിക്കണം, അതിന്റെ പ്രകടനമായിരിക്കണം, അതിന്റെ പ്രകടമായ സ്വഭാവമായിരിക്കണം മക്കളെ ചേർത്ത് പിടിക്കാൻ. സ്വന്തം മക്കൾ തന്നെ ആവണമെന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് അനസ് റളിയല്ലാഹു അൻഹു എപ്പോഴും ഉണ്ടാകുമായിരുന്നു. ചെറിയ സ്വഹാബികളുടെ ചെറിയ മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകരായിരുന്നു. പ്രവാചകൻ അവർക്ക് ഇഷ്ടമാണ്. നടന്നു പോകുന്ന വഴിയിൽ മക്കൾ കളിക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി അവിടെ നിൽക്കും, എന്നിട്ട് സലാം പറയും, ആ മക്കൾക്ക് മുസാഫഹത്ത് ചെയ്യും, ആ മക്കളെ ചേർത്ത് പിടിക്കും, ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത് കാരുണ്യത്തിന്റെ ഭാഗമാണ്. അല്ലാഹ് നമ്മുടെ മനസ്സിലേക്ക് കാരുണ്യം ഇട്ടു തന്നു എന്നതിന്റെ പ്രകടമായ രൂപമാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെയാണ് നന്മകൾ, ഇതൊക്കെയാണ് നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് സ്വീകരിക്കപ്പെടാൻ കാരണം. അല്ലാതെ ചില ആളുകളൊക്കെ മനസ്സിലാക്കിയതുപോലെ 5 നേരം പള്ളിയുടെ 1-ാമത്തെ സൊപ്പിലുണ്ടാകും, സ്കാരൊക്കെ ഓക്കെയാണ്, നോമ്പിന്റെ കാര്യം പറയുന്നേ വേണ്ട, സുന്നത്തായ നോമ്പും എല്ലാം സ്വതക്കയും എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇപ്പറഞ്ഞ വിഷയത്തിൽ വീഴ്ച വന്നാൽ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ അമലുകൾ പോലും സഹോദരങ്ങളെ സ്വീകരിക്കപ്പെടാതെ പോകും. നമ്മൾ മനസ്സിലാക്കണം, നിസ്സാര പ്രശ്നങ്ങളുടെ പേരിലാണ് കുടുംബങ്ങളിൽ വഴക്കുകൾ ഉണ്ടാകുന്നത്, വേർതിരിഞ്ഞു പോകുന്നത്, പിണക്കങ്ങൾ ഉണ്ടാകുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ അടുത്ത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടപ്പോ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നില്ല ഭാര്യയെ, അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നില്ല ഭാര്യയെ. എന്തേ കാരണം? അവളുടെ ഉമ്മയുമായി ചെറിയൊരു അകൽച്ചയിലാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ എനിക്ക് മക്കളെ സമ്മാനിച്ച എന്റെ പ്രിയപ്പെട്ടവളുടെ ഉമ്മയോട് വെറുക്കാൻ, ആ ഉമ്മയോട് പിണക്കവുമായി ജീവിതം തള്ളി നീക്കാൻ എങ്ങനെ സാധിക്കുന്നു? എന്നിട്ട് പറയാ, അവളുടെ ഉമ്മയായിട്ട് ഞാൻ ചെറിയ പിണക്കത്തിലാണ്, അതുകൊണ്ട് അവൾ അങ്ങോട്ട് വിടൂല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവൾക്കുണ്ടാകൂലേ ആഗ്രഹം അവളുടെ വീട്ടിൽ പോകണമെന്ന്? നമ്മുടെ ഭാര്യയ്ക്ക് ഉണ്ടാകൂലേ ആ വീട്ടിലേക്കൊന്ന് പോകണം, ആ വീട്ടിലേക്കൊന്ന് പോയി നിൽക്കണം, അവളുടെ ഉമ്മയുമായി കഴിയണമെന്ന ആഗ്രഹമാണ്. നിസ്സാര വിഷയങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, വാശിയല്ല ഇവിടെ നമുക്ക് ആവശ്യം. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, നമ്മൾ മുസ്ലിങ്ങൾ, നമ്മുടെ പ്രത്യേകത അതായിരിക്കണം. നമ്മുടെ പ്രത്യേകത അതാണ്, നമ്മൾ മുസ്ലിങ്ങളാണ് എന്നതാണ്. നമുക്കെവിടെയും മൻ തവാദഅ ലില്ലാഹ് റഫഅഹു അല്ലാഹു ദറജ, ആ ഹദീസാണ് നമുക്ക് ആശ്വാസം നൽകേണ്ടതും. അള്ളാഹുവിന് വേണ്ടി ഒന്ന് കീഴൊതുങ്ങിയാൽ, അള്ളാഹുവിന് വേണ്ടി ഒന്ന് താഴ്ന്നു കൊടുത്താൽ റഫഅഹു അല്ലാഹു ദറജ, അള്ളാഹു നമ്മുടെ നന്മകൾ, അള്ളാഹുവിങ്കൽ നമ്മുടെ പദവികൾ ഉയർത്തപ്പെടും. അതാണ് നമുക്ക് വേണ്ടത്. ഒരാളുടെ മുമ്പിൽ ഒന്ന് താഴ്ന്ന ഒരു പ്രശ്നമില്ല. ഞാൻ താഴ്ന്നാൽ അവൾ എന്ത് വിചാരിക്കും? ഞാനൊന്ന് താഴ്ന്നു കൊടുത്താൽ അയാൾ എന്ത് വിചാരിക്കും? ഇല്ല, പരസ്പരം താഴ്ന്നും വിട്ടുവീഴ്ച ചെയ്തും മാപ്പാക്കിയും പുറത്തും, ഇല്ലേ? പുറത്തു കൊടുക്കാൻ മനസ്സില്ലാത്തവർ റമദാനിന്റെ അവസാനത്തെ 10 ദുആയായി ധാരാളം തവണ നമ്മൾ ദുആ ചെയ്യാറില്ലേ? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവൻ, മാപ്പ് നൽകുന്നവൻ, നീ എനിക്ക് മാപ്പ് നൽകണേ. പക്ഷെ നമ്മൾ ആർക്കും മാപ്പ് കൊടുക്കൂല. നമുക്ക് മാപ്പ് വേണം, നമ്മൾ അള്ളാഹിനോട് മാപ്പ് ചോദിക്കുന്നു, പക്ഷേ നമ്മൾ ആർക്കും വിട്ടുവീഴ്ച ചെയ്യൂല, നമ്മൾ ആർക്കും പുറത്തു കൊടുക്കൂല, നമ്മളൊന്ന് കീഴൊതുങ്ങൂല, നമ്മളൊന്ന് ഇറങ്ങി നിൽക്കില്ല. എന്തേ? എനിക്കങ്ങനെ കഴിയില്ല, ഞാൻ പണ്ടേ അങ്ങനെയെന്നാ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പാടില്ലെന്നാണ്. പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിസ്സാര വിഷയങ്ങളുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, 3 വിഭാഗം ആളുകളുടെ നമസ്കാരം അവരുടെ തലക്കുമേലെ ഉയരില്ല. 3 വിഭാഗം ആളുകളുടെ നമസ്കാരം തലക്കുമേലെ ഉയരില്ല.
ആരാണ് ആ 3 വിഭാഗം എന്നറിയോ? സലാസത്തുൻ 3 വിഭാഗം, ലാ തുജാവിസു സ്വലാത്തു അഹദിഹിം റഅസഹു. നമസ്കാരം തലക്കുമേലെ ഉയരാത്ത 3 വിഭാഗം ആളുകളുണ്ട്. ഒന്ന് അൽ അബ്ദുൽ ആബിഖു ഹത്താ യർജിഅ, തന്റെ യജമാനിൽ നിന്നും ഒളിച്ചോടിയ അടിമ തിരിച്ചു വരുന്നതുവരെ. വ ഇമാമുൻ ഖൗമിൻ വഹും ലഹു കാരിഹൂൻ, അനുയായികൾ വെറുക്കുന്ന നേതാക്കന്മാർ, അങ്ങനെ അനുയായികളോട് മോശമായി പെരുമാറുന്ന നേതാക്കന്മാർ. മൂന്നാമത്തെ വിഭാഗമാരെന്നറിയോ? വംറഅത്തുൻ, അവൾ ഒരു സ്ത്രീയാണ്. ബാത്തത്ത് വസൗജുക അലൈഹാ സാഹിത്തുൻ, ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് കിടപ്പറ മാറിക്കിടക്കുന്ന പെണ്ണ്. നോക്കൂ നിങ്ങൾ, നിസ്സാര വിഷയങ്ങൾ വരുമ്പോഴേ പിന്നെ അങ്ങോട്ട് മാറിക്കിടക്കുക, അപ്പുറത്ത് പോയി കിടക്കുക, ആ റൂമിൽ കിടക്കുക, അങ്ങോട്ട് പോയി കിടക്കുക, നിസ്സാര വിഷയത്തിന്റെ പേരിൽ. മറ്റൊരു ഹദീസിൽ കാണാം ഇംറഅത്തുൻ തുഅസി സൗജഹാ, ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കുന്ന പെണ്ണ്. മറ്റൊരു ഹദീസിൽ കാണാം ഇദാ ബാതത്തിൽ മർഅ ഹാജിറതൻ ഫിറാശൻ സൗജിഹാ ലഅനത്ഹൽ മലായികത്തു ഹത്താ തുസ്ബിഹാ, നേരം വെളുക്കുവോളം അവളെ അല്ലാഹു ശപിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാരണവുമില്ല, എന്തേ? പണങ്ങി. എന്നിട്ടോ അപ്പുറത്ത് പോയി കിടക്കുക. 1, 2, 3 ദിവസങ്ങളൊക്കെ മിണ്ടാതിരിക്കുന്ന അവസ്ഥ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അല്ലേ? ചില സലഫുകളുടെ റിപ്പോർട്ടിലൊക്കെ കാണാൻ കഴിയും, പിന്നെ മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം മിണ്ടാതിരിക്കാൻ മാക്സിമം കൊടുത്ത സമയം എത്രയാണ്? 3 ദിവസം. അല്ലേ? എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർ തമ്മിൽ മാക്സിമം നിൽക്കേണ്ടത് ഒരൊറ്റ പകല് മാത്രമാണ്. ഒരൊറ്റ പകലിന്റെ രാത്രിക്കപ്പുറം ആ പിണക്കങ്ങൾ മാറിപ്പോകാൻ പാടില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അലാ ഉനബ്ബിഉകും ബിനിസാഇകും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഉന്നതരായ സ്ത്രീകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കറിയണം. ആരാണ് ആ ഭാഗ്യവതികളായ സ്ത്രീകളെന്ന് ഞങ്ങൾക്കറിയണം. റസൂലുള്ള പറഞ്ഞു, അൽ വലൂദ് അൽ വദൂദ്, ധാരാളമായി പ്രസവിക്കുന്ന പെണ്ണുങ്ങളും ഭർത്താവിനെ നന്നായി സ്നേഹിക്കുന്ന പെണ്ണുങ്ങളുമാണ്. എന്നിട്ട് ആ സ്നേഹം എങ്ങനെയാണ് എന്നുകൂടെ റസൂലുള്ള വിശദീകരിക്കുന്നുണ്ട്. അല്ലത്തി ഇദാ ഗളിബത് ഖാലത് യദി ഫീ യദകി ലാ അക്തഹിലു ബിഗുംലിൻ, അവര് പിണങ്ങി. പകല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ പിണങ്ങി. പക്ഷേ ആ പിണക്കം സൂര്യൻ അസ്തമിച്ചിട്ടോ ആ പിണക്കത്തിനൊരു കുറവൊന്നുമില്ല. ആ പിണക്കം ഇങ്ങനെ പോവാണ്. അവസാനം ഭക്ഷണം കഴിച്ചു, കിടപ്പറയിലേക്കെത്തി. ആ സമയത്ത് ഏതായാലും പിണങ്ങിയല്ല, നിങ്ങൾ അപ്പുറത്തും ഞാൻ ഇപ്പുറത്തും അല്ല, പിന്നെന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പിണക്കങ്ങളുണ്ടായി അവർക്കിടയിൽ. ആ സമയത്ത് ഖാലത്ത്, ആ പെണ്ണ് പറയാണ്, കിടപ്പറയിലേക്ക് വന്ന സമയത്ത് ഭാര്യ പറയാണ്, യദി ഫീ യദകി ലാ അക്തഹിലു ബിഗുംലിൻ, ഇതാ ഇങ്ങനെ കൈ ചേർത്ത് പിടിക്കുന്ന റസൂലുള്ള പറയാ. ഭാര്യ ഭർത്താവിന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ പിണക്കം മാറി എന്ന് പറയാതെ ഞാൻ ഉറങ്ങൂല, ഞാൻ എൻ്റെ കണ്ണിന്റെ പോള പൂട്ടൂല എന്നൊക്കെ പറയില്ല നമ്മള്, അടക്കൂല, കൺപോളകൾ അടക്കില്ല എന്ന് പറയുന്ന പെണ്ണ് അവൾ സ്വർഗത്തിലെ ഉന്നതമായ അവസ്ഥയിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ അതാ പറഞ്ഞത് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കാനും നമ്മളൊന്ന് വിട്ടുവീഴ്ച ചെയ്യാനും എന്തേ കാരണം? ദുനിയാവിലൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ മസിൽ പിടിച്ച് നിൽക്കാം, പക്ഷേ സ്വർഗമാണ് പ്രശ്നം. നമ്മുടെ പ്രശ്നം സ്വർഗമാണ്. നമ്മുടെ പ്രശ്നം നരകത്തിൽ നിന്നുള്ള മോചനമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മദീനത്തെ ഹുജറാത്തുകളിലേക്ക് കടന്നു ചെന്നാൽ, ആ മദീനത്തെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. പിണങ്ങാനും മാറിക്കിടക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വരെ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കി എത്രയോ നിമിഷങ്ങൾ ആ റസൂലുള്ളാഹിന്റെ വീട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്തരം പിണങ്ങാനുള്ള സാഹചര്യങ്ങളെ പോലും ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾ കോർക്കാൻ, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലേക്ക് മനോഹര നിമിഷങ്ങളാക്കി മാതൃകയാക്കിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് കൊടുത്ത പാത്രം തട്ടിക്കളഞ്ഞില്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ? ആ പാത്രം പൊട്ടിപ്പോയില്ലേ അവിടെ? ആ ഭക്ഷണം അവിടെ നിലത്ത് വീണില്ലേ?
എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തത്? നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, അവസാനിപ്പിച്ചു. അല്ല, അബൂബക്കർ സിദ്ദീഖിനെ വിളിക്ക്, എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഇല്ല, അതൊന്നുമല്ല. നിന്റെ വാപ്പാനെ വിളിക്ക്, നിന്റെ വീട്ടുകാരെ വിളിക്ക്, അതൊന്നുമല്ല. അവിടെ എന്താ ചെയ്തത്? ആയിഷ, ഈ പാത്രത്തിന്റെ ഉടമക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? ആ ഒരൊറ്റ വാചകം ആയിഷ ബീവി പറയുന്നുണ്ട്, എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നേയില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമുക്കെന്തും ചെയ്യാനുള്ളവരല്ല അവൾ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? പലപ്പോഴും വീട്ടിലെ ദേഷ്യക്കാര് നമ്മളാ. ഒന്ന് മിണ്ടി രണ്ടാമത്തേതിന് മുഖത്തടിക്കുന്നവരുണ്ട്, ദേഷ്യപ്പെടുന്നവരുണ്ട്, പാത്രങ്ങൾ വലിച്ചെറിയുന്നവരുണ്ട്, പാത്രങ്ങൾ വലിച്ചു പൊട്ടിക്കുന്നവരുണ്ട്, എറിഞ്ഞു പൊട്ടിക്കുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുആവിയ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മാ ഹഖ്ഖു സൗജത്തിൻ അഹദിനാ അലൈഹി? അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളുടെ ഭാര്യമാരോടുള്ള കടമകൾ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുന്നുണ്ട്, നീ ഭക്ഷണം കഴിച്ചാൽ അവളെ ഭക്ഷിപ്പിക്കണം, നീ വസ്ത്രമെടുത്താൽ അവൾക്കും വസ്ത്രമെടുക്കണം. എന്നിട്ട് പറഞ്ഞു, വലാ തദ്രിബിൽ വജ്ഹ, അവളുടെ മുഖത്തടിക്കാൻ പാടില്ല, മുഖത്തടിക്കാൻ പാടില്ല. നോക്കുങ്ങള്, തൊലാഖിന്റെ സമയത്ത് പോലും അടിക്കാൻ ഇസ്ലാം അനുവാദം നൽകുമ്പോ ആ അടിക്ക് പോലും പണ്ഡിതന്മാർ വിശദീകരണം നൽകുന്നത് അവിടെ മുഖത്തടിക്കാൻ പാടില്ല. പിന്നെ അവളുടെ ദേഹത്ത് വേദനിപ്പിക്കാതെ, ശാരീരികമായി വേദനിപ്പിക്കാതെ, അവളുടെ മനസ്സിനെ നോവിക്കാൻ കഴിയുന്ന രൂപത്തിലാവണം നിന്റെ അടി എന്നാണ്. ശാരീരികമായി അവളെ വേദനിപ്പിക്കാൻ നമുക്കെന്ത് അവകാശം ഉള്ളത്? നമുക്കെന്ത് അവകാശം ഉള്ളത്? നിക്കാഹ് ചെയ്തു എന്നുള്ളതോ? നമ്മൾ മഹർ കൊടുത്ത് നിക്കാഹ് ചെയ്തു എന്നത് അള്ളാഹുവിനെ സാക്ഷി നിർത്തി നമ്മൾ ഏറ്റെടുത്ത കരാറാ. ബിസ്മില്ലാ. ഞാൻ നോക്കളൊക്കെ നിക്കാഹ് ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞൊരു കരാറുണ്ട് അല്ലേ? ബലവത്തായ കരാറാണത്. ആ കരാർ ഏറ്റെടുക്കുന്ന സമയത്ത് അവളുടെ വാപ്പാന്റെ, അവളുടെ വലിയന്റെ കൈ പിടിച്ച് ഞാൻ കൊടുത്തൊരു കരാറുണ്ട്. ബിസ്മില്ലാ, എന്റെ വധുവായി, എന്റെ ഭാര്യയായി ഞാൻ ഇവളെ തൃപ്തിപ്പെട്ട് ഏറ്റെടുത്തിരിക്കുന്നു. അതൊരു തൃപ്തിപ്പെടലായിരിക്കണം, അതൊരു മനസ്സിന്റെ അംഗീകാരമായിരിക്കണം. ബിസ്മില്ലാ എന്ന കരാറാണ്. അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഈ ദുനിയാവിൽ മനുഷ്യന്മാർക്കിടയിൽ നടക്കുന്ന ഏറ്റവും വലിയ കരാർ ഏതെന്ന് ചോദിച്ചാൽ അതപ്പുറത്തുനിന്ന് 15 സെന്റ് ഒരേക്കർ വാങ്ങിയിട്ട് നടത്തുന്ന കരാറുണ്ടല്ലോ, അതിൽ ഒപ്പുവെക്കുന്നുണ്ടല്ലോ, അതിൽ സൈൻ ചെയ്യുന്നുണ്ടല്ലോ. ബിസിനസ് മാറി മാറി ആരംഭിക്കുമ്പോ അതിൽ സൈൻ ചെയ്യുന്നുണ്ടല്ലോ. ആ കരാറൊന്നുമല്ല, അതൊന്നുമല്ല ഏറ്റവും വലിയ കരാറ്. ആകാശത്തിന് കീഴെ നടക്കുന്ന ഏറ്റവും വലിയ കരാർ ഏതെന്ന് ചോദിച്ചാൽ, മനുഷ്യന്മാർക്കിടയിൽ നടക്കുന്ന കരാർ ഏതെന്ന് ചോദിച്ചാൽ വഅഖദ്ന മിൻകും മീസാഖൻ ഖലീല, നിക്കാഹാണ്. എന്നിട്ടാണ് അള്ളാഹ് തൃപ്തിപ്പെട്ട് നമ്മുടെ കയ്യിലേക്ക് തന്ന ഞാനിതാ തൃപ്തിപ്പെട്ട് ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞ അവളോട് മോശമായി പെരുമാറാൻ എനിക്കെന്തധികാരമോ ഉള്ളത്? ഇതാ എന്റെ മകളെ താങ്കളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തി നമ്മളെ ഏൽപ്പിച്ച നമ്മുടെ ഭാര്യ അനാവശ്യമായി നമ്മളോട് പിണങ്ങാനും മോശമായി പെരുമാറാനും അള്ളാഹുവിനെ പേടിയില്ലാത്തവർക്കല്ലേ അങ്ങനെ സാധിക്കൂ? അല്ലേ? നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഭാര്യമാരോടുള്ള ബാധ്യതകളെ കുറിച്ച് പറഞ്ഞു, വലാ തുകബ്ബിഹ്, അവളോട് മോശമായി പെരുമാറാൻ പാടില്ല, അവളെ വഷളാക്കരുത്. അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ, മക്കളൊക്കെ ആയിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, പിന്നെ പുറത്തൊക്കെ വെച്ചിട്ട് ആരുണ്ട് എന്ന് നോക്കൂല. ചിലപ്പോൾ ബന്ധു വീട്ടിലോ ചിലപ്പോൾ വിരുന്നു പോയ സ്ഥലത്തൊക്കെ ആയിരിക്കും, ഷോപ്പിംഗ് മാളിലൊക്കെ ആയിരിക്കും. എന്തെങ്കിലും പ്രശ്നം വന്ന് അവിടെ വെച്ച് അവളെ 2 വർത്താനം പറയും. ആരെങ്കിലും നോക്കുന്നുണ്ടെന്ന് കണ്ടാൽ, പ്രത്യേകിച്ച് അവളുടെ ബന്ധുക്കളാണെന്ന് കണ്ടാൽ നമ്മുടെ ശബ്ദത്തിന്റെ ഉയർച്ച ഒന്ന് കൂടും. അല്ലേ? വലാ തുകബ്ബിഹ്, അവളെ വഷളാക്കരുത്. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, വീട്ടിൽ വെച്ചല്ലാതെ പിണങ്ങരുത്. ഒരിക്കലും പിണങ്ങരുത് എന്നല്ല, പിണക്കമുണ്ടാകും, സ്വാഭാവികമാണ്. നിങ്ങളതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഇതുവരെ പിണങ്ങിയിട്ടില്ലെന്ന്. പിണക്കങ്ങളൊക്കെ ഉണ്ടാകും, എല്ലാവരും പിണങ്ങും, അല്ലേ? പക്ഷെ ആ പിണക്കങ്ങൾ വീട്ടിൻ്റെ അകത്തായിരിക്കണം, നമ്മുടെ ബെഡ്റൂമിലായിരിക്കണം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനുള്ളതല്ല എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അയ്യുമംറഅത്തിൻ സഅലത സൗജഹാ ത്വലാഖൻ ഫീ ഗൈരി മാ ബഅസ്, യാതൊരു കാരണവുമില്ലാതെ ഒരു സ്ത്രീ എങ്ങാനും ഭർത്താവിനോട് ത്വലാഖ് ആവശ്യപ്പെട്ടാൽ ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന, സ്വർഗ്ഗം അവൾക്ക് ഹറാമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാം സ്വർഗ്ഗമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടതാണ്, എല്ലാം പരലോകത്തെ വിജയവുമായി കണക്ട് ചെയ്യപ്പെട്ടതാണ്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ.
നമ്മളെ സംബന്ധിച്ചിടത്തോളം പിണങ്ങി തീർക്കാനുള്ളതല്ല ജീവിതം. അതാരായാലും കൂട്ടുകാര്, നാട്ടുകാര്, അയൽവാസികള്, ഞാൻ ഈ പറഞ്ഞ ബന്ധങ്ങള് ഇല്ല, കുടുംബ ബന്ധങ്ങള്, അതൊന്നുമല്ല, പിണങ്ങി തീർക്കാനുള്ളതല്ല. നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? ആയുസ് വർദ്ധിപ്പിക്കാൻ. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? നിന്റെ ആയുസ് വർദ്ധിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നിനക്ക് ഭക്ഷണം ലഭിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? കുടുംബ ബന്ധം ചേർക്കണം. എന്നാലോചിച്ച് ഈ പറഞ്ഞത്, നിന്റെ ആയുസ് വർദ്ധിക്കണമെങ്കിൽ, നിനക്ക് റിസ്ക് വർദ്ധിക്കണമെങ്കിൽ നിന്റെ കുടുംബ ബന്ധം ചേർക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്താ കാരണം എന്ന്? നമ്മുടെ മനസ്സ്, നമ്മുടെ ബന്ധങ്ങൾ വർദ്ധിപ്പിച്ചാൽ, ആ ബന്ധങ്ങളിലേക്ക് മനസ്സുകൾ തമ്മിലെടുത്താൽ, പൈസ കിട്ടുമ്പോൾ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളല്ല, എന്തെങ്കിലും ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന ബന്ധങ്ങളല്ല, മറിച്ച് മാനസികമായ ഒരു ബന്ധം നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുണ്ടെങ്കിൽ, വ്യക്തികൾ തമ്മിലുണ്ടെങ്കിൽ, കൂട്ടുകാർ തമ്മിലുണ്ടെങ്കിൽ, അത് പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റും. എന്റെ മനസ്സിന്റെ സങ്കടം, വീർപ്പുമുട്ടി നിൽക്ക മനുഷ്യന്മാരിന്ന്, ഒന്ന് ഷെയർ ചെയ്യാൻ ഒരാളില്ല. ഞാൻ അനുഭവിക്കുന്ന വേദന, ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ, അതൊക്കെ ഒന്ന് മനസ്സിന്റെ അകത്ത് വെച്ച് കെട്ടിപ്പൂട്ടി വല്ലാതെ വീർപ്പ് മുട്ടി നിൽക്ക. അവിടെയാണ് പുതിയ പഠനങ്ങൾ പറയുന്നില്ലേ, ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്നതിന്റെ ഒരു കാരണങ്ങളിലൊന്ന് ഇതുപോലെ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ മുറിഞ്ഞുപോയതാണ്, കുറഞ്ഞുപോയതാണ് എന്ന്. എന്തേ കാരണം എന്നറിയോ? ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊന്ന് മനസ്സ് തുറക്കണമെങ്കിൽ അത്രയേറെ ബന്ധമുള്ള ഒരാൾ എനിക്കുണ്ടാകണ്ടേ, അത്ര നല്ല കൂട്ടുകാരൻ എനിക്കുണ്ടാകണ്ടേ, അത്ര നല്ലൊരു ബന്ധു എനിക്കുണ്ടാകണ്ടേ. ആ ബന്ധുക്കളൊന്നില്ല, ആ കൂട്ടുകാരിന്നില്ല, അത്തരം ബന്ധങ്ങളെല്ലാം മുറിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ മനസ്സ് വല്ലാതെ കുടുസ്സത അനുഭവിക്കുകയാണ്. ആ കുടുസ്സത അവസാനം പൊട്ടിത്തെറിക്കുകയാണ്. അവസാനം അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ആയുസ് വർദ്ധിക്കും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ചേർത്താൽ. കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് മനസ്സ് തുറക്ക്, ടെൻഷനൊക്കെ ഒന്ന് കുറെ അവിടെ അവസാനിപ്പിക്കാൻ കഴിയും. ബന്ധങ്ങളൊക്കെ അതേപോലെ തന്നെ പരസ്പരം ഒന്ന് തുറന്നാൽ, മനസ്സു തുറന്നാൽ നമുക്ക് ഒരു വലിയ നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മൾ പിണങ്ങി വിചാരിക്കാം, നമ്മൾ പിണങ്ങി ആരുമായിട്ടാവട്ടെ, എന്താ നമുക്ക് നേടാൻ കഴിയുന്നത്? ഒരു ദിവസം പോലും ഒരാൾക്കെങ്കിലും പിണങ്ങിയ മനുഷ്യന്മാരെ, പിണങ്ങുന്നവരെ, ആ പിണങ്ങിയ ദിവസം നമുക്ക് ഉറങ്ങുന്ന ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രശ്നമില്ലേ? ആർക്കെങ്കിലും പിണങ്ങിയിട്ട് അന്നത്തെ ദിവസം, അത് ഭാര്യയായിട്ടാവട്ടെ, ഭർത്താക്കന്മാരുമായിട്ടാവട്ടെ, കൂട്ടുകാരുമായിട്ടാവട്ടെ, ആരുമായിട്ടാവട്ടെ, ആ പിണങ്ങിയ ദിവസം സമാധാനമായി ഞാൻ കിടന്നുറങ്ങി എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ, സമൂഹത്തിലുണ്ടോ? ആരുമില്ല. പിണങ്ങിയാൽ അന്നത്തെ ദിവസം ശരിക്കും ഉറങ്ങാൻ കഴിയില്ല, അന്നത്തെ ഒന്നും നേടാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്ക് മനസ്സിൽ, പ്രത്യേകിച്ച് മുസ്ലിം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ പരലോകത്തെ കുറിച്ച് ഓർക്കും, പക്ഷെ ഞാൻ എങ്ങനെയൊന്നും, ഈഗോ പ്രശ്നങ്ങളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസി ലയാൽ. 3 ദിവസത്തിലധികം പാടില്ലെന്ന റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്. അപ്പൊ ഞാൻ പറയേ, എനിക്കൊന്നും പ്രശ്നമല്ല, അള്ളാഹുവിന്റെ പ്രവാചകനാണ് നമ്മളോട് പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകൻ. പിന്നെ എങ്ങനെ നമുക്ക് പിണങ്ങിക്കാൻ കഴിയും? പിന്നെ എങ്ങനെ മിണ്ടായിരിക്കാൻ കഴിയും? ഞാൻ പറഞ്ഞല്ലോ, അയൽവാസികളുമായി വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്നവർ നമ്മുടെ നാട്ടിലില്ലേ? എന്നാലോചിച്ച് നോക്ക്, 3 ദിവസം മാക്സിമം. അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയാം, അള്ളാഹുവിനറിയാം, അള്ളാഹുവാണല്ലോ നമ്മുടെ മനസ്സ് സംവിധാനിച്ചത്. ആ റബ്ബിനറിയാം മനുഷ്യന്മാർ അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് 3 ദിവസം. അതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, 1-ാമത്തെ ദിവസം, എന്തിനാ 3 ദിവസം തന്നല്ലേ? 1-ാമത്തെ ദിവസം പ്രതിഷേധിക്കാനാ, മനസ്സിൻ്റെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാകും. 2-ാമത്തെ ദിവസം ആലോചിക്കാനാ, അങ്ങനെ ചെയ്തൊക്കെ ശരിയായോ. 3-ാമത്തെ ദിവസം മാപ്പ് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ അവന് കഴിയണം. 1-ാമത്തെ ദിവസം പ്രതിഷേധിക്കാൻ, 2-ാമത്തെ ദിവസം ആലോചിക്കാൻ, 3-ാമത്തെ ദിവസം മാപ്പ് കൊടുക്കാൻ. 3 ദിവസത്തിലധികം പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുമ്പോ മുഖത്തോട് മുഖം നോക്കാതെ പിന്തിരിഞ്ഞു പോകുന്ന രൂപത്തിൽ 3 ദിവസത്തിലധികം പാടില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വഖൈറുഹുമാ, ആ 2 പേരുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ലവൻ ആരെന്നറിയോ? അല്ലദീ യബ്ദഉ ബിസ്സലാം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവൻ ആദ്യം പോയി സലാം പറഞ്ഞ് പിണക്കം തീർക്കുന്നവനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മൾ മനസ്സിലാക്കണം. അവൻ ഇങ്ങോട്ട് മിണ്ടിയോന്നല്ല, ഞാൻ അങ്ങോട്ട് മിണ്ടിയോ എന്നാലോചിച്ചാൽ മതി. ചില ആളുകളൊക്കെ പറയുമല്ലോ, അവൻ എന്നോട് മിണ്ടുന്നില്ല, ഞാൻ അങ്ങോട്ട് മിണ്ടിയോ. ഞാൻ നിങ്ങളോട് മിണ്ടിയിട്ട് നിങ്ങൾ എന്നോട് മിണ്ടുന്നില്ലെങ്കിലൊക്കെ. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന ഒരു സ്വഹാബി പരാതി പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ ആ പിണക്കം തീർക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി പറഞ്ഞു, നീ അവനോട് പോയി സലാം പറ. അദ്ദേഹം പോയി സലാം പറഞ്ഞു, സലാം മടക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞു, റസൂലേ, സലാം മടക്കണില്ല, നീ വീണ്ടും ചെല്ലേ. അപ്പൊ വീണ്ടും പോയി സലാം പറഞ്ഞു, സലാം മടക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാം മടക്കുന്നില്ല. അങ്ങനെ 2-3 തവണ ആവർത്തിച്ചപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദേഹം ചോദിക്കാണ്, റസൂലെ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവൻ അകന്നു പോവാണ്, മുഖത്ത് പോലും നോക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വീണ്ടും അവനിലേക്ക് ചെല്ലണം. അവൻ നിന്നോട് സലാം മടക്കാത്ത സമയം അത്രയും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും വിദൂരമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മുടെ ബാധ്യത എന്താ? സലാം പറയല. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധമാണ് കേട്ടോ, ഫർളാണ് കേട്ടോ. സലാം പറയൽ സുന്നത്തേ ഉള്ളൂ, പക്ഷേ മടക്കൽ ഫർളാണ്, മുസ്ലിമിന്റെ ബാധ്യതയാണ്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റമൊക്കെ നന്നായാൽ ആളുകൾ ഇങ്ങോട്ടും മിണ്ടിക്കോളും. റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ് ലം ഫല്ലു മിൻ ഹൗലിക് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും. നിന്റെ മനസ്സ് പരുഷമായിരുന്നുവെങ്കിൽ, നിന്റെ സ്വഭാവം ചീത്തയായിരുന്നുവെങ്കിൽ, മോശമായിരുന്നുവെങ്കിൽ ഒരാളും നിന്റെ അടുത്തേക്ക് വരില്ല കേട്ടോ. നിന്റെ സ്വഭാവം നല്ലതായത് കൊണ്ടാണ് ആളുകൾ നിന്നിലേക്ക് വരുന്നത് മുഹമ്മദേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഒരാൾ മിണ്ടുന്നില്ലെങ്കിൽ അപ്പോഴേക്ക് അവന്റെ നേർക്ക് ചൂണ്ടുന്നതിനേക്കാൾ മുൻപൊന്ന് എൻ്റെ നേർക്ക് നേരെ ഞാൻ ചൂണ്ടിയാൽ മതി. ഇപ്പം ഞാൻ എന്തെങ്കിലും പ്രശ്നമായിട്ടായിരിക്കോ, എൻ്റെ എന്തെങ്കിലും സ്വഭാവമോ, എന്തെങ്കിലും വർത്താനോ, എൻ്റെ എന്തെങ്കിലും പെരുമാറ്റം ആയിരിക്കോ അവൻ ഉണ്ടായിരിക്കാൻ കാരണം എന്ന് ആലോചിച്ചാൽ മതി. എന്നിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടോ അത് നീക്കിയാൽ സഹോദരങ്ങളെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വർഗാവകാശിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലിരിക്കാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇപ്പോൾ ഒരു സ്വർഗാവകാശി ഇങ്ങോട്ട് കടന്നു വരും. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞപ്പോ എല്ലാവരും ആ മദീനത്തെ പള്ളിയുടെ കവാടത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും ആ ഭാഗ്യവാൻ? റസൂലുള്ളാഹിന്റെ തിരുനാവിലൂടെ വന്നതാണല്ലോ ഈ സന്തോഷ വർത്തമാനം. അപ്പോഴുണ്ട് ഒരു അൻസ്വാരിയായ സ്വഹാബി ആ സദസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. ഹദീസ് ഞാൻ വായിച്ചർത്ഥം പറയുന്നില്ല. അതിൽ പറയുന്നത് അദ്ദേഹം വുളൂവെടുത്ത് ഇങ്ങനെ കയറി വരാണ്. അദ്ദേഹത്തിന്റെ താടി രോമത്തിലൂടെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ഒരു അൻസാരിയായ പാവപ്പെട്ട സ്വഹാബി. അപ്പോ രണ്ടാമത് റസൂലുള്ളാഹി പറഞ്ഞു, അപ്പോഴും വന്നത് ഈ മനുഷ്യൻ. മൂന്നാമതും റസൂലുള്ളാഹി പറഞ്ഞു, അപ്പോഴും ഇതേ മനുഷ്യൻ തന്നെ കടന്നു വരികയാണ്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഫഖാല ലഹു ഇന്നി ലാ ഹൈതു അബി ഫഅഖസംതു ഇന്നി ലാ അദ്ഖുലു അലൈഹി സലാസ ലയാൽ. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം താമസിക്കുന്നുണ്ട്. അന്നത്തെ ഇസ്ലാമിക മര്യാദയനുസരിച്ച് ഒരാൾ വീട്ടിലേക്ക് താമസിക്കാൻ വന്നാൽ എന്തിനു വന്നു എന്ന് 3 ദിവസം വരെ ചോദിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ആ സ്വഹാബിയോടൊപ്പം അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു 3 ദിവസം താമസിച്ചു. അവസാനം പോരാൻ സമയത്ത് ഇദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, ഞാൻ നിങ്ങളോടൊപ്പം 3 ദിവസം താമസിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു അമലും താങ്കൾ കൂടുതലായി ചെയ്യുന്നത് ഞാൻ കാണുന്നില്ലല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾ സാധാരണ നിസ്കരിക്കുന്നുണ്ട്, സുന്നത്തെടുക്കുന്ന അതൊക്കെ ഉണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് സ്വർഗത്തിൽ ഞങ്ങൾ ചെയ്യാത്തൊരു അമല് നിങ്ങൾ ചെയ്യുന്നതായി ഞാൻ കാണുന്നില്ലല്ലോ. ആ സമയത്ത് എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് നിങ്ങളെ കുറിച്ച്? പിന്നെ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മാഹുവ ഇല്ലാ മാ റഅയ്ത. നിങ്ങൾ കണ്ടില്ലേ എന്നെ, അതന്നെയാണ് ഞാൻ. പ്രത്യേകിച്ചൊന്നും കൂടുതലൊന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ എനിക്കൊരു പ്രത്യേകത, ഞാൻ മനസ്സിലാക്കിയൊരു പ്രത്യേകത, എനിക്ക് എന്റെ വിരിപ്പിലേക്ക് ഓരോ ദിവസവും ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ മനസ്സിൽ ഒരാളോട് പോലും വിദ്വേഷമില്ല, ഒരാളോട് പോലും പക എനിക്കില്ല.
അങ്ങനെ ഒരാൾ ഒരു മുസ്ലിമിനോടും പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത മനസ്സുമായിട്ടാണ് എൻ്റെ വിരിപ്പിലേക്ക് ഞാൻ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഒരാളോടും എനിക്ക് അസൂയയില്ല. ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ അസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദിഹില്ലതി ബലഗത് ബിക, ശരി, ഈ കാര്യം തന്നെയാണ് താങ്കളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അറിയിച്ച പദവിയിലേക്ക് എത്തിക്കാൻ കാരണമായതും എന്ന്. വഹിയല്ലദീ ലാ നുതീഖ്, ഞങ്ങൾക്ക് സാധിക്കാതെ പോകുന്നതും. അല്ലേ, നമുക്ക് പറയാൻ കഴിയോ സഹോദരങ്ങളെ? ഈ അൻസ്വാരിയായ സ്വഹാബി പറഞ്ഞതുപോലെ എൻ്റെ വിരിപ്പിലേക്ക് ഇന്ന് ഞാൻ മടങ്ങുമ്പോൾ, ഇല്ല റബ്ബേ, ഇന്നെങ്ങാനും ഈ ഉറക്കത്തിൽ എൻ്റെ റൂഹ് നീ പിടിച്ചാൽ ഒരാളോട് പോലും എനിക്ക് പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പിണക്കമില്ലാത്ത മനസ്സിന്റെ ഉടമയായ റൂഹിനെയായിരിക്കും നീ പിടിക്കുക എന്ന് പറയാൻ എനിക്ക് കഴിയണം. നമുക്ക് ഓരോരുത്തർക്കും സഹോദരങ്ങളെ കഴിയണം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ലമ്മാ അഫൗതു വലം അഹ്കിദ് അലാ അഹദിൻ അറഹ്തു നഫ്സിയ മിൻ ഹമ്മിൽ അദാവാത്. മാപ്പ് കൊടുത്തു എന്ന കാരണത്താൽ ഒരാളോടും എനിക്ക് പകയുണ്ടായിട്ടില്ല, മറിച്ച് എൻ്റെ മനസ്സിന് ആശ്വാസം ലഭിക്കുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, മാപ്പ് കൊടുത്ത സഹോദരൻ അതുവരെ ഇങ്ങനെ ഭയങ്കര പ്രശ്നമായിരിക്കും, പ്രഷറായിരിക്കും, ഭയങ്കര കുടുസതയായിരിക്കും. ഒന്ന് കൊടുത്തു നോക്കിയേ, ഒന്ന് മിണ്ടി നോക്കിയേ, ഒന്ന് സലാം പറഞ്ഞു നോക്കിയേ, ഒന്ന് ചേർത്ത് പിടിച്ചു നോക്കിയേ. എന്നാൽ അതോടുകൂടെ മനസ്സിന് ആശ്വാസം ലഭിക്കുമെന്നാണ് വിശ്വാസികളുടെ പ്രാർത്ഥനയായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരായത്താണ് ഞാൻ ആമുഖത്തിൽ ഓതി കേൾപ്പിച്ചത്. റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. വിശ്വാസികൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ അഥവാ മുഅ്മിനീങ്ങളായി ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു കൊടുക്കണമേ. അടുത്ത വാചകം ശ്രദ്ധിച്ചോ, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ. സത്യവിശ്വാസം സ്വീകരിച്ച ഒരാളോട് പോലും അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിൽ നീ പകയുണ്ടാക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, അല്ലാഹുവേ, മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ഒരാളോടും ഞങ്ങളുടെ മനസ്സിൽ നീ പകയും വിദ്വേഷവും ഉണ്ടാക്കല്ലേ. റബ്ബന ഇന്നക റഊഫുർ റഹീം. തീർച്ചയായും റബ്ബേ, നീ ഏറെ ദയയുള്ളവനും കാരുണ്യവാനുമാകുന്നു എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഈ പ്രാർത്ഥന മനസ്സറിഞ്ഞ് ദുആ ചെയ്യാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഈ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ കൊണ്ടു നടക്കാനുള്ള മഹാസൗഭാഗ്യം റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, താഴ്ന്നു കൊടുത്തതിൻ്റെ പേരിൽ ഒരാൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. റബ്ബേ, നിന്റെ അടുക്കൽ പദവി ഉയരാൻ പറ്റുന്ന രൂപത്തിൽ ആരുടെ മുമ്പിലും താഴ്ന്നു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെയുള്ള ഏറ്റവും കരുണയുള്ള മനസ്സിൻ്റെ ഉടമകളാക്കി നീ ഞങ്ങളെ മാറ്റി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെയൊക്കെ പലരുടെയും ഉപ്പമാർ, ഉമ്മമാർ, വല്ലുപ്പമാർ, വല്ലുമ്മമാർ, നീ അവർക്ക് സ്വർഗം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ നീ അവർക്ക് ആശ്വാസം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഏതേത് സമയത്ത് മരണം വന്ന് വിളിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാ ഉച്ചരിച്ച് മരണപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.